ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് CH മുഹമ്മദ് കോയ ക്വിസ്. നാളെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. 2024 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ 170-ാം ജന്മവാർഷികം. 2024 ഡ്യൂറന്റ് കപ്പ് ജേതാക്കൾ ആരാണ്? ഉത്തരം നോർത്ത് ഈസ്റ്റ് ആണ് 2024 ഡ്യൂറന്റ് കപ്പ് ജേതാക്കൾ. ജൻ പോഷൻ കേന്ദ്രം എന്ന് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം പുതിയ പേര് നൽകുന്നത് എന്തിനാണ്? ഉത്തരം റേഷൻ കടകളുടെ പുതിയ പേരാണ് ജൻ പോഷൻ കേന്ദ്രം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഏത് നവോത്ഥാന നായകന്റെ വാക്കുകളാണിത്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണിത്. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ഏത് ധനമന്ത്രിയാണ്? ഉത്തരം നിർമ്മല സീതാരാമനാണ് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം പച്ച, നീല, ചുവപ്പ് ഇവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് ഏത് വിമാനത്താവളത്തിലാണ്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ നേടി? ഉത്തരം ഇന്ത്യ ആകെ 6 മെഡലുകളാണ് നേടിയത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരമാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ വേദിയാകുന്നത്. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റായ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം ശിവാംഗി സിംഗ് ആണ് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റായ ആദ്യ ഇന്ത്യക്കാരി. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് ഏതാണ്? ഉത്തരം കോട്ടയം കളക്ടറേറ്റ് ആണ് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? ഉത്തരം MK മേനോൻ എഴുതിയ നോവലാണ് അവകാശികൾ. ഏത് കായിക താരത്തിന്റെ ആത്മകഥയുടെ പേരാണ് വിറ്റ്നസ്? ഉത്തരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേരാണ് വിറ്റ്നസ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ഏതാണ്? ഉത്തരം ശനിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഉത്തരം ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയിൽ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 7 ഇന്ത്യയിൽ ജാവലിൻ ദിനമായി ആചരിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഉത്തരം ബുധനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ്? ഉത്തരം കോട്ടയമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായ മലയാളി ആരാണ്? ഉത്തരം PR ശ്രീജേഷ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായ മലയാളി. ലോക അവയവദാന ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 13 ലോക അവയവദാന ദിനം. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുപയോഗിക്കുന്ന യൂണിറ്റ്. ഏത് സംരംഭത്തിന്റെ ആപ്തവാക്യമായിരുന്നു വീട്ടിലൊരു വിദ്യാലയം എന്നത്? ഉത്തരം ഫസ്റ്റ് ബെൽ എന്ന സംരംഭത്തിന്റെ ആപ്തവാക്യമായിരുന്നു വീട്ടിലൊരു വിദ്യാലയം എന്നത്.
കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ ഏതാണ്? ഉത്തരം മാതൃകമാണ് കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ഉത്തരം 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്. വയനാട് ദുരന്തത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിതയുടെ പേരെന്താണ്? ഉത്തരം വയനാട് ദുരന്തത്തെ പശ്ചാത്തലമാക്കി കവി പ്രഭാവർമ്മ എഴുതിയ കവിതയുടെ പേരാണ് ഉറ്റവർ. മികച്ച ബാലതാരത്തിനുള്ള 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ശ്രീപദാണ് മികച്ച ബാലതാരത്തിനുള്ള 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EK നായനാരായിരുന്നു കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ കേരള മുഖ്യമന്ത്രി. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ പേരെന്താണ്? ഉത്തരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. 2024-ൽ 50 വർഷം പൂർത്തിയാക്കിയ കൃതിയായ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയത് ആരാണ്? ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി എഴുതിയത് M. മുകുന്ദൻ. പാരാലിമ്പിക്സിന്റെ എത്രാമത്തെ എഡിഷനാണ് പാരീസിൽ തുടക്കം കുറിച്ചത്? ഉത്തരം 17ാമത് പാരാലിമ്പിക്സിന്റെ എഡിഷനാണ് പാരീസിൽ നടന്നത്. ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം കുമാരനാശാന്റെ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. അടുത്തിടെ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇസ്രയേലാണ് അടുത്തിടെ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾ ആകാശം ഏത് നിറത്തിലാണ് കാണുക? ഉത്തരം കറുപ്പ് നിറത്തിലാണ് ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾ ആകാശം കാണുന്നത്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.